1 2 3 എടേ തികയുന്നില്ലല്ലോ. ഞാൻ ആരൊക്കെ തരാണ്ട്? എടാ നീയും ഞാനും മാത്രമേ തന്നിട്ടുള്ളൂ. അവനോട് ചോദിക്കും. എടാ കിച്ചു, ഈ ടർഫിൻ്റെ പൈസ തന്നില്ല കേട്ടോ. പിന്നെ ബാറ്റ് വാങ്ങാനുള്ള പൈസ വേണം. വേടാ എന്ത് തരാന്ന്? ഫസ്റ്റ് ബാറ്റിങ്ങും വേണം, ബോളിങ്ങും വേണം. എടാ ടർഫിന് കളിയേറെ ഇവനൊക്കെ വിളിക്കുന്നതെന്ന് അറിയാമോ? നമ്മളെ ഷെയർ കൊടുക്കണം. ഇപ്പോൾ ഇവൻ്റെയും കൂടെ ചേർക്കേണ്ട അവസ്ഥയല്ലോ. എടാ തെരടങ്ങി മടങ്ങി ഇത് കയ്യട്ട് ജീവൻ മരണ പോരാട്ടം ഇവിടെ നടക്കുന്നത്. ഇടകിച്ചു ഇന്നലെ നിന്റെ മന്തിൻ്റെ ഷെയർ ഞാനാ കൊടുത്തേട്ടാ. നീ തന്നിട്ടില്ല. ആദ്യം ഇവൻ്റെ കൊടുക്കട്ടെ, എന്നിട്ടില്ല. നിങ്ങളുടെ എല്ലാ ഉടായ്പ ഈ ടീമിൽ തന്നെ വന്ന് വിടുന്നത്. എടാ നമ്മളാ സുനി വരുന്നുണ്ട്. ഏത് സുനി? ഉടായ്പ സുനിയാ? ആ ഇപ്രാവശ്യം എന്തോ ഉടായ്പുണ്ട്. കയ്യിൽ അക്കൗണ്ടിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ മാറ്റിക്കോ. വരുമ്പോൾ ഷഡ്ഡി ട്രൗസറും എല്ലാം തപ്പിട്ടോ വിട്ടത്. എടാ നമ്മുടെ ക്ലബിൻ്റെയും പിന്നെ ടർഫിൻ്റെ പിരിച്ച പൈസയൊക്കെ ബാക്കിയുണ്ട്. അതിപ്പോൾ എന്ത് ചെയ്യും? ആ പൊന്നു മോനെ മാറ്റിക്കോ. നിൻ്റെ എന്തെങ്കിലും ഉണ്ടോ? എടാ എൻ്റെ കയ്യിൽ കറണ്ട് ബില്ല് അടക്കാനുള്ള 10-500 രൂപയുണ്ട്. ആ അതും മാറ്റിക്കോ. ഈ മാറ്റിക്കാൻ പറഞ്ഞാൽ എങ്ങോട്ട് മാറ്റാനാണ്? ഒരു കാര്യം ചെയ്യ്, നമ്മൾ രണ്ടാളെല്ലാം പൈസ മോനമ്മ കൊടുത്തോ. മോനെന്തായാലും തപ്പാൻ പോകണില്ല. തപ്പിയാലോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതെ, നമ്മളെ കൂടുതൽ എച്ചിലുപ്പ് തന്നെ അവന് മാത്രമേ ഉള്ളൂ. എടാ സുനി ക്യാഷ് വന്നേ. ഇതൊറച്ചേ. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല. പൈസ ഉണ്ട്. ഈ 2000-ൻ്റെ ഒരു റെസീറ്റ് മുറിച്ച് വെച്ചോ. റെസീറ്റ് ഇല്ലേ? പിന്നെ എന്തെടുത്തു? കുഴപ്പമില്ല, വാ. 1000 അവിടെ പിന്നെ ഒന്നും കാണുമോ? 2000 രൂപ പിരിവ് എടുക്ക. ഞങ്ങളിലൊന്നും ഇല്ല കേട്ടോ. അല്ല സുനിയേട്ടാ, ഇതെന്തിൻ്റെ പിരിവാ? എടാ നമ്മളെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഫണ്ടടാ. 1 ലക്ഷം രൂപ പിരിച്ചു കൊടുക്കണം. അല്ല, 1 ലക്ഷം എന്ത് പണി അവിടെ? കാരണം നീ നാട്ടിലെന്നല്ലേ കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവത്തിനല്ലേ അമ്മയിട്ട് കൂട്ടി 2 ഓട് പൊളിഞ്ഞേ. 2 ഓടിന് 1 ലക്ഷം രൂപയാ? എടാ ഇത് അത് മാറ്റാനല്ല, വെടിക്കട്ടിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഭഗവതി ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം വെച്ചപ്പോൾ കണ്ടത്. ഇനി ആ ഭഗവതീനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൂജക്കും പൂജാരിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 1 ലക്ഷം രൂപയുടെ പിരിവ്. ഇനി ഭഗവതിയെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വേണം ഉത്സവം നടത്താൻ. അതിന് ഉത്സവം കഴിഞ്ഞില്ലേ, ഇനി എന്ത് പിരിവ്? ഈ കൊല്ലത്തെ അല്ല, അടുത്ത കൊല്ലത്തെ. എടാ നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവത്തിന് 10 രൂപ പിരിവും തന്നിട്ട് ഇവനും ഇവൻ്റെ വീട്ടുകാരും കൂടെ ഉച്ചക്ക് വന്ന് അന്നദാനവും കഴിച്ചിട്ട് രാത്രിയൊക്കെ പാഴ്സലും വാങ്ങിച്ചിട്ട് പോയോനവേ. അത് മാത്രല്ല, കമ്മിറ്റിക്കാരെന്നും പറഞ്ഞ് ഐസ്ക്രീം വിൽക്കാൻ വന്ന ബംഗാളിയുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് ഇവൻ പോയത്. അതുകൊണ്ട് നീ മിണ്ടരുത് കേട്ടാ. ഇല്ല, ഒരുത്തന്നെ എനിക്ക് വിശ്വാസമില്ല. കാണിക്കടാ, എല്ലാത്തിൻ്റെ പേഴ്സും ഫോണും എല്ലാം കാണിക്കേ. നോക്കട്ടെ, എല്ലാത്തിനെയും ഞാൻ ഇല്ലേട്ടോ. നമ്മളെല്ലാവരും നോക്കില്ലേ? ഇനി അവനെ കൂടെ നോക്ക്. ഇവൻ്റെ അടുക്ക് എന്ത് തേങ്ങ ഉണ്ടാവാൻ? ഇവനെ കണ്ടാലറിയില്ല ചേച്ചിയാണ്. 10 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് ഞാൻ അവനോട് ചോദിക്കണ്ട. അപ്പോൾ സുനിയേട്ടൻ പോന്നു. ഉത്സവത്തിന് ഇറങ്ങണം കേട്ടാ. നാറികളും 5 പൈസയും ഇല്ല കയ്യിൽ, നടക്കുക വെറുതെ. ഭഗവതിയുടെ കഥ ഏറ്റില്ലല്ലേ. താങ്ക്സ് അളിയോ. എടാ ഉത്സവത്തിന് ആനയിലത്തെ ഭാഗ്യല്ലേ? അതെ. ഇല്ല കമ്മിറ്റിക്കാരെ എന്നിട്ട് ആനയുടെ കൊമ്പരെ മുറിച്ച് വിറ്റനെ വേണം. ഇവനാടാ എന്താടാ എന്നിട്ട് എത്രയും പിരി പറഞ്ഞു? 1000. 1000. നമ്മുടെ ടർഫിൻ്റെ പൈസ പിന്നെ 1000 കൂടി അവിടെ വെച്ചോ. എടാ തെണ്ടി ചതിച്ച്. പിന്നെ വേറൊരു ബംഗാളിൻ്റെ ഐസിൻ്റെ എന്തൊരു പൈസ അത് കൂടി ഇതാ. ബംഗാളിക്ക് ഇപ്പോൾ ബംഗാളിലെത്തിണ്ടാവും. ഓക്കെ മോനെ നിനക്ക് വാ. എന്താ ചേച്ചിയാണേലും നിനക്ക് ദൈവമായോണ്ടടാ. എല്ലാം ഓടിപ്പോയ ഭഗവതിൻ്റെ അനുഗ്രഹം അത് വരും കേട്ടോ. ചെക്കന് ബോധം വരുന്നതിന് മുന്നേ പോവാം. വാ.